സർ, കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. ആഗോളതലത്തിൽ ഡിസൈൻ, ആർക്കിടെക്ചർ മേഖല ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. സമകാലിക ഡിസൈൻ വിദ്യാഭ്യാസം ക്ലാസ് മുറിയിലെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയിൽ നിന്നു മാറി സൃഷ്ടിപരവും നൂതനവും വിമർശനാത്മകമായ ചിന്തയും നേതൃപാഠവ കഴിവുകളും പരിപോഷിപ്പിച്ചുകൊണ്ട് വിവിധ പഠനശാഖകളും വ്യവസായ അധിഷ്ഠിതവുമായൊരു മാതൃകയിലേക്ക് മാറേണ്ടതുണ്ട്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് PPP മോഡലിൽ കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളുന്നതാണ്. കുട്ടികൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കോഴ്സുകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും, അർബൻ പ്ലാനിംഗിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനൊപ്പം ഗവേഷണത്തിനും സൌകര്യമുണ്ടാവും. ഇതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വിവിധ വകുപ്പുകളിലെ എഞ്ചിനീയർമാർക്കും ആർക്കിടെക്റ്റുകൾക്കും അവർക്കൊരു റീ ഓറിയന്റേഷൻ കോഴ്സുകളും ഈ സ്ഥാപനത്തിൽ ആരംഭിക്കും. അപ്പൊ കേരളത്തിന്റെ മൊത്തം ഡിസൈൻ മാറും. സർ, പ്രവാസികളുടെ പങ്കാളിത്തം. കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് പ്രവാസി നിക്ഷേപം. പതിറ്റാണ്ടുകളായി ഗൾഫ് രാജ്യങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ജോലി ചെയ്യുന്ന മലയാളികൾ അയക്കുന്ന പണം കേരളത്തിന്റെ ഉപഭോഗശേഷിയും ജീവിത നിലവാരവും ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഭാവിയിലെ കേരള വികസനത്തിന് പണം അയക്കൽ മാത്രം മതിയാകില്ല. പ്രവാസികൾ നിക്ഷേപകരായും സംരംഭകരായും അറിവ് പങ്കിടുന്നവരായും മാറേണ്ടതുണ്ട്. സ്റ്റാർട്ടപ്പുകൾ, ടൂറിസം, കാർഷിക മൂല്യവർദ്ധിത സംരംഭങ്ങൾ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ കൂട്ടായ നിക്ഷേപം നടത്താൻ അവർക്ക് കഴിയും. റെമിറ്റൻസ് ഇക്കോണമി എന്ന നിലയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമി എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റുന്നതിൽ പ്രവാസികളുടെ പങ്ക് ഉറപ്പാക്കുന്നതിനായി പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. സർ, ഗ്ലോബൽ ഫർണിച്ചർ ഹബ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലൈവുഡ് നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പെരുമ്പാവൂർ. ഫർണിച്ചർ, ഹോംവെയർ നിർമ്മാണ ഇടനാഴിയായി ഇത് മാറിയിരിക്കുന്നു. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ ബെൽറ്റിനെ ഒരു ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ സ്വപ്നം. ഗ്ലോബൽ ഫർണിച്ചർ ഹബ് ഈ പദ്ധതിക്കായി 10 കോടി രൂപ വിലയിരുത്തുന്നു.